കേണൽ 2 മീൻ. പുള്ളിയുടെ ഭാര്യ റാണി. മൂന്ന് മക്കൾ. അവൻ്റെ ആവശ്യമില്ല, അവൻ പുറത്താ. അപ്പോൾ പിന്നെ നിങ്ങളിവിടെ ചെസ്സും കളിച്ചിരുന്നു, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അവർ 5 മണിക്ക് പോലടാ. എന്തിനാ തന്നെ പറയണ? അവർ 5 മണിക്ക് തന്നെ പോകും. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് പോകത്തുള്ളൂ. അതായത് 8 മണിക്ക്. എങ്ങനെയുണ്ട്? അപ്പം നമ്മളിത് പൊളിക്കും പിന്നല്ല അല്ലേ? അപ്പം ഇനി അങ്ങോട്ട് പോക്കറ്റടി പിടിച്ചു പറയും മാലമോഷണം ഇവയൊന്നുമില്ല. ഓൺലി ഹൈടെക്. പറ. കിട്ടിയില്ലല്ലോ. അല്ല ചേട്ടാ, അത് പിന്നെ അവിടെ എന്തെങ്കിലും ചേട്ടന്മാരെ, ഞാനൊരു പ്ലാൻ പറയട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചു ചെയ്യണമെന്ന് സൂക്ഷിച്ചിട്ടെന്നല്ലേ പറയാറ്? ഞാൻ പ്രാർത്ഥിച്ചു എന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പ്ലാൻ പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ പോരെ, ഞാൻ ഒന്നും പറയില്ല. നാളെ രാവിലെ കൃത്യം 7 മണിക്ക് നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. പ്ലാൻ കേണൽ. മനസ്സിലായി. ഇനിയുള്ള ഓരോ നീക്കങ്ങളും സൂക്ഷിച്ചായിരിക്കണം. കേണലാണുള്ളിൽ. ആരാ? എന്തു വേണം? കേണൽ 2 മീൻ. യെസ്, 2 മീൻ. ഞങ്ങൾ കേണലിന്റെ പുതിയ നെയ്ബേഴ്സാ. ഓ, മുത്തശ്ശനും കേണല. കേണൽ ഭാസ്കരൻ നായർ. കൊച്ചുമോളാ. അല്ല, ഞാൻ കേരളാണെന്ന് എങ്ങനെ മനസ്സിലായെന്നല്ലേ? വീടിന്റെ ഫ്രണ്ടിലെ ബോർഡ് കണ്ടു. അങ്ങനെ ഞങ്ങള് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. അപ്പൊ ഞാനാണ് വീടിന്റെ ഫ്രണ്ടിലെ ബോർഡ് കണ്ടിട്ട് മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞത് ഇവിടുത്തെ അങ്ങളും കേരളാന്ന്. എന്നാ പിന്നെ പരിചയപ്പെട്ട് കളയാമെന്ന് ഞാനും. 1982 കേണൽ ഡെറാൻഡൂൾ ഉണ്ടായിരുന്നു. ഓ, ഞാൻ ആ സമയത്ത് കാഠ്മണ്ഡുവിലായിരുന്നു. അവിടത്തെ കാര്യന്റെ കേണലേ. അയ്യോ, അവൾ അങ്ങനെയാ. എവിടെ ആരാന്തൊന്നും നോക്കത്തില്ലെന്നേ. ഭയങ്കര കുറുമ്പിയാ മോളെ.
ആ ഇരിക്കൂ കേണൽ. ഇതെൻ്റെ വീടല്ലത്, ഇരുന്നേക്കാം. സത്യം പറയാലോ കേരളേ, ഇപ്പഴാ ഒരു സമാധാനായത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളേ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആരാ എന്താ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരോടും മിണ്ടാനൊന്നും പോയി. പിന്നെ നമ്മളാവും ആവശ്യമില്ലല്ലോ. ഞാനും കേരള്, കേണലും കേരള്, നമ്മൾ കേരള് അല്ലേ കേരളേ? അല്ലെങ്കിലേ ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കാ താമസം? അല്ല മോളെ, ഒരു മോനും ഒരു മോളും ഉണ്ട്. ആണോ? എന്നിട്ട് എവിടെ? അവൻ അതെ. അങ്കിളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതിനുള്ള ഒരു ചാൻസും ഇല്ല. മുത്തശ്ശൻ എന്നെ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല അല്ലേ മുത്തശ്ശ? മോനായിരിക്കും അല്ലേ? ആ മോനാ. ചോദിക്ക് ചോദിക്കാല്ലേ? ചോദിക്ക്. കേണൽ, ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ മോളായിരിക്കും. ആ മോളാ. മോളെ, ഇത് കേണൽ ഭാസ്കരൻ നായരും കൊച്ചുമോളും, നമ്മുടെ പുതിയ നേബേഴ്സാ. ഹായ് അങ്കിൾ. ഹായ് മോളു. ഹായ് ചേച്ചി. ചേച്ചി എന്ത് ചെയ്യാ? ഞാൻ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാ. ഇരിക്കും മോളെ. കുഴപ്പമില്ല അങ്കിൾ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇരിക്ക് ചേച്ചി. പിള്ളേരുടെ ഒരു കാര്യേ കേട്ടോ കേണല്ലേ, ആ. എന്റെ മോൾക്കും ഇതേ പ്രായമാ. ഓ മോൾക്ക് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടോ? ആ, 1-2 ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആ വരും, അതാ പ്രായം. അടുത്ത മാസം എന്റെ മോളുടെ കല്യാണാണേ. ഓ ചെലവാ. എന്നെ കേണല്ലേ, മോൾക്കൊരേ പേടി. പേടിയാ? എന്തിന്? വീട്ടിൽ കുറെ സ്വർണ്ണം മണക്കിരിപ്പുണ്ട്. വല്ല കള്ളന്മാരും കയറിയാലോ? പിന്നെ നമ്മുടെ വീട്ടിൽ ഏത് കള്ളം കയറാനാ അല്ലേ കേരളേ? അതാണ് കേരള. വീട്ടിലെ അമ്മ നമ്മുടെ കണ്ടുണ്ടാവും. ഞാൻ ഈ വക സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ വെച്ചിരിക്കണേ. അപ്പൊ അങ്ങള് പേടിയില്ലേ? എന്തിന്? ഇത്രയും പൈസയും സ്വർണ്ണൊക്കെ വീട്ടിൽ വെക്കാൻ? കേരളായതുകൊണ്ട് പറയാണ്. എൻ്റെ വീട്ടിലെ സ്വർണം പണയൊക്കെ വെച്ചിരിക്കുന്നത് എൻ്റെ റൂമിൽ എൻ്റെ അലമേക്കത്താ. അതിൻ്റെ താക്കോലോ ദൈവളുടെ റൂമിലും. ആർക്കും അറിയില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നേ ഒരാളും കണ്ടുപിടിക്കില്ല. അമ്പോ, അങ്ങള് കൊള്ളാലോ. അപ്പൊ ശരിക്കും കേണല്ല. പപ്പ, എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. സമയമില്ലല്ലോ, ഞാൻ ചെയ്യട്ടെ കേട്ടോ. ചേച്ചി പോവാണോ? ഹാ മോളു, കുറച്ച് തിരക്കാം. എന്നാ മോള് ചെല്ല്, ഞങ്ങള് സംസാരിച്ചിരിക്കാം. അങ്ങനെ എന്റെ കേണലേ, ഞാനും എന്റെ പിള്ളേരും കൂടി മലയെ ഒരു മിനിറ്റ്, ആരും വന്നിട്ടുണ്ട്. ബാക്കി അത് വന്നിട്ട് കേൾക്കാം. അവരെത്തി. നമ്മളെന്താ ഇവിടെ? നമ്മളെന്താ ഇവിടെ? അവരെന്താ അവിടെ? വി ആർ ഫ്രം ഇൻകം ടാക്സ്. നിങ്ങൾ ഈ വീട്ടിൽ അനധികൃതമായി സ്വർണവും പണവും സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. നിങ്ങളാ? നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരുപാട് നേടാൻ എൻ്റെ മക്കളെ, ഒരുപാട്. വി ആർ ഫ്രം ഇൻകം ടാക്സ്. താങ്കളുടെ വീട്ടിൽ അനധികൃതമായി സ്വർണ്ണവും പണമെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വാറന്റ് ഉണ്ടോ? ഇവിടെയാണ് കേണൽ ഭാസ്കരൻ നായരുടെ ബ്രില്യൻസ് യൂസ് ചെയ്യുന്നത്. ചെല്ല്. അവർക്ക് ഈ വീട് സെർച്ച് ചെയ്യാൻ എല്ലാ അധികാരവും. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ? ഇല്ലല്ലോ. സെർച്ച്. ആരത്? മോനാ. മോനാണെങ്കിൽ അച്ഛനാണെങ്കിൽ മാറിക്ക്. ഓരോരുത്തർ
ഇയാള് കേണലാണോ അത് രാജാവാണോ? അടച്ചോ വൈകിട്ടെടുക്കാം. അടച്ചോ. വൈകിട്ട് വരാം. ആ വേലക്കാരൻ താഴെ. സോറി മിസ്റ്റർ കേണൽ, അത് റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. താങ്കളുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിൽ വി ആർ എക്സ്ട്രീംലി സോറി. പിന്നെ മോളോട് പറഞ്ഞേക്ക്. പുള്ളിക്കാരൻ പറഞ്ഞില്ലേ, അതിനെനിക്കും പറയുള്ളൂ സോറി. അങ്കിളിനൊരു ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? നമ്മളത്ര റൈഡ് കണ്ടിരിക്കുന്നു അല്ലേ കേരളേ? കേട്ടോ മക്കളെ? പോയോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ട്? അവിടെ ഇരിക്കാനല്ലേ? കാണുന്നില്ല ഇവിടെ. പറഞ്ഞ് കൊടുക്ക് കാട്ടണോണ്ട് എവിടെയായിരുന്നു പയ്യെ പറഞ്ഞിട്ടൊക്കെ വന്നാ മതി. പറയുകയാണല്ലേ, കേക്കട്ടെ. നമുക്ക് രണ്ട് യുദ്ധകഥ പറഞ്ഞിരിക്കാന്ന്. നേരം പോണ്ടേ. ഞാനേ കമ്പനിക്ക് ഒരാളെ തപ്പിയെടുക്കായിരുന്നു. അശോ അങ്ങളെ അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഞങ്ങക്ക് നേരത്തെ വേണം. അതെ, മുത്തശ്ശന്റെ രാവിലെ മരുന്ന് കഴിക്കാനുള്ളതാണേ. സമയത്തും കാലത്തും മരുന്ന് കഴിച്ചില്ലെങ്കിൽ അമ്മ ചീത്ത പറയും. വാ പോവാ, എനിക്ക് കേണൽ മാമ പോട്ടെ, പിന്നെ വരാവേ. നോട്ടൊക്കെ നോക്കി വീട്ടിക്ക് പോട്ടോ. അയ്യോ, വിചാരിച്ച പോലെ അല്ല കേണല്, നല്ല ക്യാഷ് ഉണ്ട്. ഇതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. അലമാരയില് മാത്രമായിട്ട് ഒരു 100 പവൻ ഉറപ്പാ. ഇത്തവണ നമ്മൾ രക്ഷപ്പെടും, കൂടീശ്വരന്മാരാവും. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ഫൈനൽ സ്റ്റേജ് ഓഫ് മിഷൻ സി. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മൾ പോകുന്നു. Colonel, gentlemen, we are coming. Sit back and enjoy.